കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും CPM-ഉം ഒരു കാലത്ത് ചെങ്കോട്ടയായിരുന്ന ത്രിപുരയിൽ ഒറ്റക്കെട്ട് ഒരു മെയ്യ്. ഭരണകക്ഷിയായ BJP തിപ്രമോദ സഖ്യത്തിനെതിരെ ഈ രണ്ട് പാർട്ടികളും ഒന്നിച്ചാണ് പ്രചാരണം നടത്തുന്നത്. പ്രചാരണ റാലികളിലും സമ്മേളനങ്ങളിലും നേതാക്കൾ കൈകോർത്ത് BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് വോട്ട് നേടുന്നത് ത്രിപുരയിലെ അപൂർവ കാഴ്ചയാണ്. 2018-ൽ CPM അധികാരത്തിൽ നിന്ന് പുറത്താകുന്നതുവരെ ജനങ്ങൾ ഇത്തരമൊരു കാഴ്ച കണ്ടിട്ടില്ല. 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് ത്രിപുരയിൽ ഉള്ളത്. അതിൽ ഒരു മണ്ഡലമായ ത്രിപുര വെസ്റ്റിൽ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് കഴിഞ്ഞു. 2ാം മണ്ഡലമായ ഈസ്റ്റിൽ കേരളത്തോടൊപ്പം 26-ാം തീയതിയാണ് വോട്ടെടുപ്പ്. ഇരു മണ്ഡലങ്ങളും 96 മുതൽ 2014 വരെ CPM-ൻ്റെ കയ്യിലായിരുന്നു. 2019-ൽ BJP പിടിച്ചെടുത്തു. ത്രിപുര ഈസ്റ്റിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി CPM-ൻ്റെ രാജേന്ദ്ര റിയാങ്ങാണ് മത്സരിക്കുന്നത്. NDA സഖ്യത്തിലെ തിപ്രമോദയുടെ കൃതി സിംഗ് ദേവർമ്മയാണ് എതിരാളി. 2019-ൽ റേബതി പിടിച്ചെടുത്ത മണ്ഡലം BJP സഖ്യകക്ഷിക്ക് വിട്ടുകൊടുത്തതാണ്. 1ാം ഘട്ടത്തിലെ ത്രിപുര വെസ്റ്റിലെ വോട്ടിംഗ് രീതി മനസ്സിലാക്കിയാണ് ഈസ്റ്റിൽ മുന്നണികൾ പ്രചാരണം നടത്തുന്നത്. 1ാം ഘട്ടത്തിൽ വ്യാപകമായി ബൂത്ത് പിടുത്തമുണ്ടായെന്നും തങ്ങളുടെ ഏജന്റുമാരെ ബൂത്തുകളിൽ കയറ്റിയില്ലെന്നും CPM ആരോപിക്കുന്നു. 2018-ൽ CPM-നെ പുറത്താക്കി ബിപ്ലവ് കുമാറിലൂടെ സർക്കാർ രൂപീകരിച്ച BJPക്ക് 2023 മാർച്ചിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്രമോദയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിട്ടു. 60-അംഗ നിയമസഭയിൽ 32 സീറ്റുള്ള BJPയും 13 സീറ്റുള്ള തൃപ്രമോദയും പിന്നീട് ഒന്നിച്ച് സർക്കാരുണ്ടാക്കി. അതിൻ്റെ തുടർച്ചയായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഹകരണം. മറുവശത്ത് ഇന്ത്യ കൂട്ടായ്മയിൽ CPM-ന് 10-ഉം കോൺഗ്രസിന് 3-ഉം സീറ്റുകളാണ് നിയമസഭയിൽ ലഭിച്ചത്. ത്രിപുര ഈസ്റ്റിൻ്റെ 1952 മുതലുള്ള ചരിത്രമെടുത്താൽ CPM മേധാവിത്വം ദൃശ്യമാകും. 3 തവണ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. 1996, 2009 കാലത്ത് ബാജുബാൻ റിയാൻ 5 തവണ ത്രിപുര ഈസ്റ്റിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചു. 2014-ൽ ജയിച്ച CPM-ൻ്റെ ജിതേന്ദ്ര ചൗധരിക്ക് പക്ഷേ 2019-ലെ BJP തരംഗത്തിൽ അടിതെറ്റി. കോൺഗ്രസിനും പിന്നിൽ 3ാമതായാണ് അദ്ദേഹം ഫിനിഷ് ചെയ്തത്. ഇത്തവണ 2 മണ്ഡലങ്ങളും ഇന്ത്യ മുന്നണി തിരിച്ചു പിടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.